കനത്ത മഴയും നീരൊഴുക്കും വർദ്ധിച്ച സാഹചര്യത്തിൽ ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പുകൾ ഉയരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് അര അടിയോളം വർദ്ധിച്ച് 131.55 അടിയിലെത്തി. ശനിയാഴ്ച രാവിലെ 6 വരെയുള്ള 24 മണിക്കൂറിൽ ഓരോ സെക്കൻഡിലും അണക്കെട്ടിലേക്ക് 2484 ഘന അടി വീതം വെള്ളം ഒഴുകിയെത്തിയപ്പോൾ തമിഴ്നാട് കൊണ്ടുപോകുന്നത് 1400 ഘന അടി വെള്ളമാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെപ്പറ്റി സമൂഹമാധ്യമങ്ങളിൽ ചർച്ച സജീവമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ അണക്കെട്ടിലേക്ക് ജലനിരപ്പ് 131.55 അടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് 136 അടിയിലേക്ക് എത്തിയാൽ സ്പില്ലോ ഷട്ടർ ലെവലിലേക്ക് വെള്ളമെത്തും. അണക്കെട്ടിന്റെ അനുവദനീയമായ സംഭരണശേഷി 142 അടിയാണ്. കാലഹരണപ്പെട്ടതും ഭൂകമ്പബാധിത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതുമായ മുല്ലപ്പെരിയാർ അണക്കെട്ട് പുതുക്കിപ്പണിയണമെന്ന് ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുകയാണ്. മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ 6ഓളം ജില്ലകളാണ് വെള്ളത്തിലാവാൻ പോകുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിശദമായ പഠനം നടത്താൻ സുപ്രീം കോടതി 2010 നിയോഗിച്ച ജസ്റ്റിസ് AS ആനന്ദ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 2014 അണക്കെട്ടിലെ ജലനിരപ്പ് 136 നിന്നും 142 അടിയായി ഉയർത്തിയിരുന്നു. അണക്കെട്ടിന് ബലക്ഷയമുണ്ടെന്ന കേരളത്തിന്റെ വാദം കോടതി അംഗീകരിച്ചിട്ടില്ല. അണക്കെട്ടിന്റെ സുരക്ഷ കൃത്യമായ വേളകളിൽ പരിശോധിക്കാൻ മേൽനോട്ട സമിതിക്കും സുപ്രീം കോടതി രൂപം നൽകി. 5 അംഗങ്ങളുള്ള ഈ സമിതിയെ സഹായിക്കാൻ 5 അംഗങ്ങളുള്ള ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതികളുടെ പരിശോധനകൾ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ടെങ്കിലും ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ ഇത് പര്യാപ്തമാവാറില്ല. മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്ന തമിഴ്നാട്ടിലെ വൈഗൈ ഡാമിൽ 56 അടി വെള്ളമാണുള്ളത്. 71 അടിയാണ് ഡാമിന്റെ സംഭരണശേഷി. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനുള്ള കേരളത്തിന്റെ നീക്കത്തെ തമിഴ്നാട് സർക്കാർ എതിർക്കുകയാണെങ്കിലും കേരളം ആ വിഷയത്തിൽ ഉറച്ചുതന്നെ നിൽക്കുകയാണ്. പുതിയ അണക്കെട്ട് എന്ന ആവശ്യം ഉന്നയിച്ച് കേരള നിയമസഭാ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പ്രൊജക്ട് റിപ്പോർട്ടും കേരളം പൂർത്തിയാക്കുകയാണ്. നിലവിലുള്ള അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനത്തിനാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്ത് നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പ്രധാന തീരുമാനം വരും ദിവസങ്ങളിൽ പുറത്തുവരും.